ആസന്നമായിരിക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞ് പുറത്തുവിട്ട ലിസ്റ്റിൻ പ്രകാരം 2.25 ലക്ഷത്തോളം പ്രവാസി വോട്ടർമാരാണ് ഉള്ളത്. ഈ 2.25 ലക്ഷം വരുന്ന പ്രവാസി വോട്ടർമാരോടും അവരെ ആശ്രയിച്ച് കഴിയുന്ന ഏകദേശം 5-6 ലക്ഷം വരുന്ന കേരളത്തിലെ ഇതര വോട്ടർമാരോടുമുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയും കേരളത്തിലുള്ള തൊഴിൽ ദൗർലഭ്യം പരിഗണിച്ചുമാണ് നമ്മളിലേറെ പേരും സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം കുഞ്ഞുങ്ങളും മാതാപിതാക്കളും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പ്രവാസത്തിലേക്ക് കുടിയേറാൻ കാരണമായിട്ടുള്ളത്. അങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ പ്രവാസ ഭൂമികയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന മാറ്റങ്ങളും പരിവർത്തനങ്ങളും സസൂക്ഷ്മം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 70 വർഷം പിന്നിട്ട കേരളം, ഐക്യ കേരളം രൂപപ്പെട്ട് 70 വർഷം പിന്നിടുമ്പോൾ ആ സംസ്ഥാനത്തുണ്ടായ നേട്ടങ്ങളും പ്രവാസ ഭൂമികയിൽ നമ്മൾ കാണുന്ന ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളും ഒന്ന് താരതമ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്താൻ എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കേരളത്തിൻ്റെ വ്യാവസായിക മേഖല ഇപ്പോൾ തൊഴിൽപരമായ ദൗർലഭ്യമാണ് നമ്മളെ പ്രവാസിയാക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ അതിന് തൊഴിൽ രംഗത്ത് നമുക്ക് ഉണ്ടായ അപജയങ്ങൾ പരിശോധിച്ചാൽ ഒന്ന് വ്യാവസായിക രംഗത്തുണ്ടായ തകർച്ച. കേരളത്തിൻ്റെ വ്യവസായ ഭൂമികയാകെ തകർന്ന് തരിപ്പണമായി. അതുപോലെ തന്നെ ഒരു കാലത്ത് സമ്പൽ സമൃദ്ധമായിരുന്ന നമ്മുടെ കാർഷിക മേഖല, കാർഷിക അഭിവൃദ്ധിയും നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ഈ രണ്ട് രംഗങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നം ഈ ദീർഘമായ കാലഘട്ടം ഈ സംസ്ഥാനം ഭരിച്ച ആളുകളുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈകല്യങ്ങളാണ്. തൊഴിൽ കൊടുക്കുന്നവനെയും തൊഴിൽ ലഭിക്കുന്നവനെയും 2 വർഗങ്ങളായി ചിത്രീകരിക്കുകയും അവരിൽ വർഗവൈരം വളർത്തുകയും വർഗശത്രുക്കളാക്കി ചിത്രീകരിക്കുകയും അതിലൂടെ നിരന്തര സംഘർഷങ്ങൾ വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലും ശരിക്കും എല്ലാ അതിൻ്റെ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പടർന്നു പന്തലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വൈപരീപ്യത്തിൽ കേരളം എത്തിച്ചേർന്നിരിക്കുന്നത്. വ്യവസായ രംഗത്ത് നമ്മുടെ വളർച്ച നമുക്ക് ഒരിക്കലും എവിടെയും ഉയർത്തിക്കാണിക്കുവാൻ കഴിയുന്ന രീതിയിലല്ല. അതുപോലെ തന്നെയാണ് കാർഷിക രംഗത്തെ തകർച്ചയും. ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത് രണ്ടിനും അനുബന്ധമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ തകർച്ച. ലോകത്തെമ്പാടുമുണ്ടാകുന്ന, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന മൂല്യാധിഷ്ഠിതവും സാങ്കേതിക വിദ്യ അഭിരമിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അപര്യാപ്തത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. 2025 കേരളം വിട്ട് പഠനത്തിനായി പുറത്തു പോയ കുട്ടികളുടെ എണ്ണം 30 ലക്ഷം ആണ് എന്നുള്ളത്. 30 ലക്ഷം വിദ്യാർത്ഥികൾ, അത് പലരും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ നാട് വിടുകയാണ്. ഇത്രയും സമ്പൽ സമൃദ്ധമായ ഒരു സംസ്ഥാനത്തുനിന്ന് നമ്മുടെ മനുഷ്യ വിഭവശേഷി ഇങ്ങനെ ചോർന്നു കൊണ്ടുപോയാൽ അടുത്ത ഒരു 10-20 വർഷം കഴിയുമ്പോൾ തികച്ചും ഒരു വൃദ്ധസദനമായി കേരളം മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് പ്രവാസ ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സങ്കുചിതമായ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വികസന കാഴ്ചപ്പാടും സംസ്ഥാനത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ അനുയോജ്യമായ കർമ്മ പരിപാടികളും മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളെയും അവരുടെ മുന്നണികളെയും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടി വരുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ സാഹചര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകശക്തിയാകാൻ വേണ്ടി, ലോകത്തിൻ്റെ ശാക്തിക ചേരിയിലേക്ക് വളരെ വേഗം നടന്നു നീങ്ങുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയത് കഴിഞ്ഞ കാലങ്ങളിലുള്ള രാഷ്ട്രീയ ചിന്തയ്ക്ക് മാറ്റം വന്നതുകൊണ്ടാണ്. ജാതിയോ മതമോ സങ്കുചിത രാഷ്ട്രീയമോ അല്ലാതെ വ്യവസായത്തിനെ കൂടെ കൂട്ടുന്ന, പുരോഗതിയെ കൂടെ കൂട്ടുന്ന, ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന, ലോക സമ്പദ്ഘടനയോട് മത്സരിക്കാൻ കഴിയുന്ന ഒരു ജനശേഷിയെ
ഈ രാജ്യത്ത് വളർത്തിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജാതിക്കും മതത്തിനും അതീതമായി ആളുകൾ ആ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്നത്. നിർഭാഗ്യവശാൽ അത്തരം ഒരു സാംസ്കാരിക ഉണർവ് കേരളത്തിൻ്റെ ഒരു ഭൂമികയിലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ആ മുരടിപ്പിനൊരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ രാഷ്ട്രത്തിലും വന്നിട്ടുള്ള പുരോഗതി, ആ പുരോഗതി നമ്മുടെ രാജ്യത്തും വരുന്നതിന് വേണ്ടി, നമ്മുടെ യുവജനങ്ങളെ ഇവിടെ തന്നെ നിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ മനുഷ്യ വിഭവശേഷി ഈ രാജ്യത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയാൽ, ഇന്ന് നമുക്കറിയാം പ്രവാസ ലോകത്ത് പലവിധ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോക സമ്പദ്ഘടനയിലും അതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദ ചേരികളിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളനുസരിച്ച് നമുക്ക് പ്രവാസ ജീവിതം പഴയതുപോലെ ഇപ്പം അത്ര സുഖകരമല്ല. തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ചെന്നാൽ നമുക്ക് അവിടെ മാന്യമായി ഒരു തൊഴിൽ ചെയ്യുവാനും അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, രാഷ്ട്രീയ ചുറ്റുപാട് നമുക്കുണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വികസനമായിരിക്കണം, നമ്മുടെ പുരോഗതിയായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരം. ആ വികാരത്തിനനുസൃതമായി ഒരു മാറ്റത്തിൽ നിങ്ങൾ പങ്കാളികളായാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവി അടുത്ത വർഷങ്ങളിൽ, അടുത്ത വരുന്ന കുറച്ച് ഏതാനും വർഷങ്ങൾ കൊണ്ട് വളരെ അടിസ്ഥാനപരമായ ഒരു കുതിപ്പിലേക്ക്, മാറ്റത്തിലേക്ക് പോകാൻ കഴിയും. അതനുസരിച്ച് നിങ്ങളുടെ വോട്ടവകാശം വളരെ ബുദ്ധിപരമായി വിനിയോഗിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്.